എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഏറ്റവും ടെൻഷൻ അടിച്ച ഒരു ദിവസമായിരുന്നു ഇന്നെൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ആയിരുന്നു. 6 മന്തിലെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഷുഗർ ലെവൽ അധികമായിരുന്നു. ഇൻസുലിൻ കുത്തിവെക്കുന്നതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായതായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഫസ്റ്റ് അവർ ബ്ലഡ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഗ്ലൂക്കോസ് എനിക്ക് കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഗ്ലൂക്കോസ് കുടിക്കാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടിലും ഇങ്ങനെയാണോ എന്ന് എനിക്ക് ഇപ്പോഴറിയില്ല. ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും 2 തവണ പിന്നെയും ബ്ലഡ് എടുത്ത് പിന്നെ ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും ബ്ലഡ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇത്രയും സമയം പിടിച്ചിരിക്കുന്നത് വലിയ ടാസ്ക്കായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഷുഗർ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനും എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ അച്ഛനും മോനും പോയിട്ട് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ തട്ടിയായിരുന്നു. ഞാനിങ്ങനെ വിശന്ന വയറുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവൻ പോയിട്ട് കഴിച്ച സാധനങ്ങളൊക്കെ ലിസ്റ്റൊക്കെ എനിക്ക് പറഞ്ഞു തരായിരുന്നു. ഗ്ലൂക്കോസ് കഴിച്ചിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂറിൽ ബ്ലഡ് എടുത്തു. 2ാമത്തെ മണിക്കൂറിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കണ്ണിലിട്ട് കീറിയും ചെവി അടഞ്ഞു പോവും, പിന്നെ കാഴ്ച മങ്ങുന്നതും ആകെ മൊത്തം ഒരു മാതിരിയായിരുന്നു. ഉള്ള ജീവനം കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയാണ് ഞാൻ എണീച്ച് ഓടിയെന്ന് എനിക്കറിയത്തില്ല. വാള് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിയായത്. അങ്ങനെ 3ാമത്തെ ബ്ലഡ് എടുപ്പ് അതുകൊണ്ട് അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ബ്ലഡും എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് HP കുറവ് എന്ന് കണ്ട് ട്രിപ്പിട്ട് കിടത്തി.